മച്ചന്മാരെ ഇൻഫോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വോർടെക്സ് കനോൺ അഥവാ റിംഗ് വിടുന്ന പീരങ്കി. എത്ര തൂമേ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ചാനലിന്റെ പേര് മാറി പറയാൻ വേണ്ടി വിളിച്ചതാ. ചാനലിന്റെ പേര് മാറി അത് എനിക്കറിയാം. അത് ഞാൻ പണ്ട് തൊട്ടുള്ള ശീലമാണ്. ചില്ലറയായിട്ട് മോഷ്ടിക്കാനൊന്നും എന്നെ കിട്ടില്ല. മോഷ്ടിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് മോഷ്ടിക്കണം. കണ്ടില്ലേ, നീല ഷർട്ട് കറുത്തമുണ്ട്, അവൻ കറുത്ത ഷർട്ടായിരുന്നു. കറുത്ത ഷർട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ പണ്ട് തൊട്ട് പഠിക്കുമ്പോൾ തൊട്ടേ അങ്ങനെയാണ്. മുന്നിൽ പരീക്ഷയ്ക്ക് ഇരിക്കുന്നവൻ ഒരു കുത്തിട്ടാൽ മതി, എൻ്റെ മുന്നിലിരിക്കുന്നവൻ. ഞാൻ അതേപോലെ എൻ്റെ കയ്യിൽ കുത്തിടും. അതെനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്. ഈ എന്നെ തിരുത്താൻ വരണ്ട. അപ്പൊ മച്ചന്മാരെ അപ്പൊ വർക്ക്ഷോപ്പിലേക്ക് കടക്കാം. അപ്പൊ മച്ചന്മാരെ ഇതേ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് റിംഗ് വിടുന്ന പീരങ്കി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഈ നീല ഡ്രമ്മാണ് ആവശ്യം. വെള്ളം നിറയ്ക്കുന്നത് നമ്മുടെ സാധാരണ ഒരു ഡ്രം. അപ്പൊ ഇതിൽ സാധാരണ വെള്ളം നിറയ്ക്കുന്ന അവിടെ ഒരു ഹോൾ ഉണ്ടാവും. അല്ലാതെ നമുക്ക് ഇതിന്റെ അടിവശത്ത് ഒരു ഹോൾ കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അടിവശത്ത് ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിന്റെ അടിയിൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ അടിയിൽ ഇത് നന്നായിട്ട് റൗണ്ടിൽ ഒരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങിൽ നമ്മൾ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കട്ടർ മെഷീൻ വെച്ചിട്ടോ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ നല്ല എഫേർട്ട് എടുത്ത് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടുത്ത ജംഗ്ഷനിൽ പീടിക നടത്തുന്ന ശശിയേട്ടന്റെ കട്ടർ മെഷീൻ വാടകയ്ക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ തരാമെന്നും പറഞ്ഞിട്ട്. അപ്പം നമുക്കിതൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്താലോ? അപ്പൊ മച്ചന്മാരെ നമ്മളിത് നല്ല റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഒരു റൗണ്ടിൽ പീസിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഈ പീസിന്റെ ആവശ്യമില്ല. അപ്പൊ മച്ചന്മാരെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്യൂബ്, നല്ല വലിവുള്ള ഒരു ട്യൂബ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഈ ട്യൂബ് നല്ല വലിവുള്ള ട്യൂബാണ്. അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പതിയെ. അപ്പൊ മച്ചന്മാരെ നമ്മളിത് ട്യൂബിന്റെ 2 കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിവുള്ള വിധത്തിൽ നമ്മളിത് ഇതുപോലെ 2 കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഒരു 10 രൂപയുടെ ബോൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ ബൗൺസിങ് ബോൾ ഇല്ലേ, അതാണിത് 10 രൂപയുടെ. അത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഫെവിക്വിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഫെവിക്വിക്ക് എടുത്തിട്ട് നമുക്ക് പതിയെ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു ടാർപാളിന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഷീറ്റ്, വലുതല്ല, ഒരു അത്യാവശ്യം മീഡിയം റേഞ്ചിലുള്ള നമുക്ക് ആവശ്യം ആയ രീതിക്കുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ നടുക്കിലായിട്ട് നമ്മൾ നേരത്തെ അതായത് ട്യൂബുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ച ബോളിന്റെ വശം അടിയിലൂടെ ഇട്ടിട്ട് നമ്മളിവിടെ ഇങ്ങനെ കെട്ടിയെടുക്കണം. അതായത് ഒരു കയർ, നമ്മുടെ സാധാരണ കയർ വെച്ചിട്ട് നമ്മളിതിങ്ങനെ കെട്ടിയെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ മറ്റേ നമ്മളിത് ഷീറ്റൊക്കെ ഒട്ടി കഴിഞ്ഞിട്ട് ഈ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഡ്രമ്മിൽ ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പൊ കണ്ടോ, നമ്മൾ അപ്പോഴേ കട്ട് ചെയ്ത് വെച്ച ഡ്രമ്മിന്റെ ഒരു ഭാഗത്താണ് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ അടിവശത്ത് ഈ വശത്തെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ ഈ ഷീറ്റ് വെക്കേണ്ടത്. ഈ ഷീറ്റ് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് അത് ഷീറ്റ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
അത് ഇങ്ങനെ താഴത്തോട്ട് തള്ളി കൊടുക്കുക, കുറച്ച് താഴത്തോട്ട് ഇരിക്കുന്ന വിധത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ ഭാഗം ഫെഫി കുക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കും. പക്ഷേ നമ്മൾ ഇതിന്റെ അടി ഒന്ന് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റാപ്ലർ ഇല്ല, സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായേനെ. പക്ഷെ നമ്മൾ ഫെഫി കുക്ക് തന്നെ ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടി കൊടുത്തിട്ട് ഇതിന് മുകളിലോട്ട് ഒരു സെല്ലോ ടാപ്പ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പൊ മച്ചാന്മാരെ, ഇത് നമ്മൾ ബോൾ സെറ്റ് ചെയ്ത ഷീറ്റ് നമ്മൾ ഡ്രമ്മിലോട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അതായത് സ്ട്രോങ് കിട്ടാൻ, കുറച്ചുകൂടി നല്ല സ്ട്രോങ് കിട്ടാൻ വേണ്ടി ഒരു കയറുകൂടെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്ത് ഇത് എക്സസ് നിൽക്കുന്ന ഷീറ്റ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കൊരു സെല്ലോ ടാപ്പ് കൂടെ വെച്ചിട്ട് ഒന്നുകൂടെ സ്ട്രോങ് ആക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സസ് നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് സെന്ററിൽ വരുന്ന വിധത്തിലാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അതുകൂടെ ഒന്ന് എക്സസ് നിൽക്കുന്ന ഈ ഷീറ്റിന്റെ എക്സസ് നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മളിത് എക്സസ് നിൽക്കുന്ന ഭാഗം ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു നല്ല വൃത്തിയായിട്ട്. അപ്പൊ നമുക്ക് ഇതിന് പുറത്തേക്ക് ഒന്നുകൂടി സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെല്ലോ ടൈപ്പ് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഫുള്ളായിട്ട്. അപ്പൊ മച്ചാന്മാരെ, ഇത് നമ്മൾ നല്ല സെല്ലോ ടാപ്പ് ഒക്കെ കൂട്ടി നല്ല സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ഷീറ്റ് സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്, ഇതൊന്നും പറഞ്ഞു പോരാത്ത വിധത്തിൽ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പണി എന്താന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം അടുത്ത പണി എന്താണെന്നുള്ളത്. ഈ ഡ്രം പതിയെ ഒന്ന് തിരിച്ചു വെച്ച ശേഷം നമ്മളിത് അപ്പോഴേ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന ഈ ട്യൂബിന്റെ കഷ്ണം പതിയെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു തുള ഇട്ടിട്ട് ഇതിന് പുറത്തോട്ട് എടുക്കണം. എന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കണം. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഡ്രിൽ മെഷീൻ വെച്ച് നമുക്കൊരു തുള ഇട്ട് കൊടുക്കാം ആദ്യം. ഫസ്റ്റ് നമുക്കിതിൽ കണ്ടോ, ഓൾറെഡി ഇതിലൊരു തുളയുണ്ട്. ഇവിടെ ഈ ഡ്രമ്മിൽ ഓൾറെഡി ഒരു തുള ഉള്ളതാണ്. നമുക്ക് ഒരു തുള മാത്രം ഇട്ടാൽ മതി, അപ്പുറത്തെ സൈഡ് മാത്രം ഒരു ഹോൾ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് മാത്രം ഇതിന് കറക്റ്റ് നേരെടുത്തിട്ട് നമുക്ക് ഒരു ഹോൾ കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ മച്ചാന്മാരെ, ഇത് നമ്മൾ തുള ഇട്ട് കഴിഞ്ഞു, നമ്മളൊരു ഡ്രില്ലർ ഉപയോഗിച്ച് തുള ഇട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്കിത് ഇതിനുള്ളത്തെ ട്യൂബിന്റെ കഷ്ണം ഇതിനുള്ളിൽ കൂടെ പതിയെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. പതിയെ പുറത്തേക്ക് എടുത്തിട്ട് പതിയെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കുക രണ്ടും. നല്ല രീതിക്ക് വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം ഇവിടെ നമുക്കിത് ഇവിടെ കൊണ്ടുവന്നിട്ട് പതിയെ ആവശ്യത്തിനനുസരിച്ച് വലിച്ച് ലോക്ക് ചെയ്ത ശേഷം പതിയെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് പുറത്തേക്ക് എടുത്തത് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. നമുക്കൊരു കെട്ടിട്ടിട്ട് ഇവിടെ പതിയെ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ വോർട്ടെക്സ് ക്യാനോൺ നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ സെല്ലോ ടാപ്പ് ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിൽ സ്മോഗ് ലോഡ് ചെയ്ത് കൊടുക്കണം. അതായത് സ്മോഗ് ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജിയോ മച്ചാൻ ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോഗ് മെഷീൻ കൊണ്ടുവന്നിട്ടാണ് സ്മോഗ് ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ കുറെ ആലോചിച്ചു എങ്ങനെയാണ് നമ്മുടെ സ്മോഗ് മെഷീൻ എവിടെ കിട്ടും, സ്മോഗ് മെഷീൻ കിട്ടാതെ എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യും എന്നൊക്കെ. അപ്പോഴാണ് നമ്മുടെ കണ്ണപ്പം പറഞ്ഞത് നമുക്ക് ചന്ദനത്തിരി പോയിക്കാതെ അല്ലെങ്കിൽ സാമ്പ്രാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ. അപ്പൊ അതൊന്നും എനിക്കൊരു പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാനിങ്ങനെ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമ്മുടെ കല്യാണ പരിപാടിക്കും ബർത്ത്ഡേ പരിപാടിക്കും ഒക്കെ കൊണ്ടുവരുന്ന
ആ കളർ ഫോഗ് ഇല്ലേ, അത് കൊണ്ടുവന്നിട്ട് ഇതിനുള്ളിൽ പുകച്ചിട്ട് ലോഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മൾ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഒരു മൂന്ന് നാലെണ്ണം. ദേ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് കത്തിച്ച് ഇതിനുള്ളിൽ ഫോഗ് നിറയ്ക്കാൻ പോവുകയാണ്. ഫോഗ് ലോഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ലോഡ് ചെയ്ത് അടിച്ച് നോക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് വരുമോ ഇല്ലയോ ഒന്ന് നോക്കാം. അപ്പൊ നമുക്കിത് ലോഡ് ചെയ്താലോ? അപ്പൊ മച്ചാന്മാരെ ഇത് റെയിൻബോ ഫോഗ് എടുത്തിട്ടുണ്ട് ഇതിന് ഫോഗ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് കത്തിച്ചിട്ട് ഇതിലേക്ക് ഫോഗ് റെയിൻബോ ഫോഗ് ഫില്ല് ചെയ്യാം. കളർ സ്മോഗാണ് ഇത് റെഡ് ആണെന്ന് തോന്നുന്നു. ഇത് റെഡ് ഫോഗാണ്. നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ കണ്ണപ്പാട്ടൊന്ന് കത്തിച്ചേ. മുടി മഴ വരുന്നുണ്ട്. ഓ ഉള്ളില്ല മച്ചമാരെ ഇതിനുള്ളിൽ ഫുള്ള് ഫോഗ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഫുള്ള് മഴ വന്ന് നമ്മളിത് ഫോഗ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ല. അപ്പൊ നമ്മുടെ സ്റ്റാൻഡ് ഇല്ലാത്തതിന് നമ്മുടെ കയ്യിൽ വേറെ ഐഡിയ ഉണ്ട്. ദാറ്റ്സ് ടേക്ക് പൊസിഷൻ. ജയ് ബാഹുബലി. ഓക്കെ, നമുക്ക് അങ്ങ് അടിച്ചു നോക്കി ലോഡ് ചെയ്താലേ. ഓ ഓ നോക്കിയേ, കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് പൊസിഷന്റെ പവർ അറിയണമെങ്കിൽ നമ്മൾ അവിടെ ആരെങ്കിലും ഒന്ന് നിന്ന് നോക്കണം. അപ്പൊ മറ്റന്മാരെ ഇത് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടൊന്ന് മഴ വന്നുകൊണ്ടൊന്ന് ചെറിയ പാളിയ പോലെ. അപ്പൊ നമ്മൾ ഇതിൽ രണ്ടാമത്തെ ഫോഗർ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫോഗ് എടുത്ത് ഇതിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ വീണ്ടും നമുക്ക് അടിച്ചു നോക്കാം. ക്യാമറക്കൊക്കെ ഒന്ന് വിട്ടു നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ കൊടുത്താം. ഫുൾ ഫോഗ് ആയിട്ടുണ്ട്. അപ്പൊ ടേക്ക് പൊസിഷൻ ദാസർ. ടേക്ക് പൊസിഷൻ. ഓ ഓഹോ വാവ്, കറക്റ്റ് ആയിട്ട് ഇപ്പൊ നോക്കിയത്. ഇതിന്റെ ഒരു പവർ കറക്റ്റ് ആയിട്ട് ഇറങ്ങി ഫ്രണ്ടിൽ ആരെങ്കിലും നിന്ന് നോക്കാം. നമുക്കൊന്ന് ക്യാമറയ്ക്ക് വിട്ടു നോക്കാം. ഒന്ന് ക്യാമറയ്ക്ക് വിടാം. ഓഹോ, നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. മസാല പൂക്കളെന്നാൻ ദർശൻ പഠിച്ചാൻ. മസാല പൂക്കളെന്നാൻ ദർശൻ പഠിച്ചാൻ. വിനാനടി വിനാനടി പത്തുഞ്ചത്താവേ. വിനാനടി വിനാനടി പത്തുഞ്ചത്താവേ. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം ഉണ്ടാക്കി. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം ഉണ്ടാക്കി. സൺലൈറ്റിൽ സൺലൈറ്റിൽ ഉണക്കിയെടുത്ത്. സൺലൈറ്റിൽ സൺലൈറ്റിൽ ഉണക്കിയെടുത്ത്. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം ഉണ്ടാക്കി. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം ഉണ്ടാക്കി. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. 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 തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. മസാല പൂക്കളെന്നാൻ ദർശൻ പഠിച്ചാൻ. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം. മസാല പൂക്കളെന്നാൻ ദർശൻ പഠിച്ചാൻ. മസാല പൂക്കളെന്നാൻ ദർശൻ പഠിച്ചാൻ. വിനാനടി വിനാനടി പത്തുഞ്ച
പൊളി സാധനം, പെർഫെക്റ്റ്. ഓക്കെ, ഒന്നും പറയാനില്ല എനിക്ക്. നല്ല പവർ വരുന്നുണ്ട് അല്ലേ? നല്ല പവർ വരുന്നുണ്ടാ. അപ്പൊ മറ്റന്മാരെ കാനോൺ വോർട്ടെക്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആയെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇത് ചെയ്തത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ജിയോ മച്ചാനെ ട്രോൾ ചെയ്തോ കളിയാക്കിയതോ ഒന്നുമല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എന്തിനാ ചെയ്തെന്ന് വെച്ചാൽ ജിയോ മച്ചൻ ചെയ്യുന്ന വീഡിയോസ് കറക്റ്റ് ആയിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. എന്നേലും ഈ വീഡിയോ ജിയോ മച്ചാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് അടിയിൽ ഒരു കമന്റ് ഞാൻ ജിയോ മച്ചാന്റെ വകയും എഫോടെക്കിന്റെ വകയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോ അങ്ങനെ കാണാനുള്ള ഒരു 0.01 പോസിബിലിറ്റിയേ ഉള്ളൂ ആ വീഡിയോ ഈ വീഡിയോ ജിയോ മച്ചാൻ കാണാനായിട്ട്. അപ്പം കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഈ വീഡിയോ കാണാനുള്ള അതൊരു വഴി മാത്രമേ ഉള്ളൂ, ഏക വഴി. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഞങ്ങളുടെ നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പൊ